എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. പിന്നെയും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി നാം ആദാമിനെക്കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ 2 ദിവസമായി നാം ഹൗവയെക്കുറിച്ചും ചിന്തിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് ഹൗവ അറിഞ്ഞിരുന്ന സത്യത്തിനു വേണ്ടി ജീവിച്ചില്ല എന്ന ചിന്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ദൈവം തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളും ഉളവാക്കി നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടാക്കി ആദാമിന് വേണ്ട നിർദ്ദേശവും കൊടുത്തു. അതിൻ്റെ ശേഷമാണ് ഹൗവയെ ദൈവം ഉരുവാക്കിയത്. ദൈവകൽപ്പന ആദ്യം ആദാമാണ് കേട്ടത്. അതിനുശേഷമായി ഹൗവയെ അറിയിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അത് അവൾ അവഗണിച്ചു കളഞ്ഞു. എന്നാൽ ദൈവം അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലത്തിൽ നിന്നും ഒരു നാളും കഴിക്കരുത്, അതിലേക്ക് നിങ്ങൾ കൈനീട്ടരുതെന്ന് ദൈവം വാസ്തവമായിട്ട് അവരോട് പറഞ്ഞു. പക്ഷേ സാത്താൻ്റെ ചോദ്യത്തിന് മുമ്പ് അവർ പതറിപ്പോവുകയും ആ ദൈവം അവരോട് കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്നും അവർ കഴിക്കുവാനും ഇടയായിത്തീർന്നു. തൽഫലമായി അവരുടെ ആത്മീയ കണ്ണ് അടയുകയും ശാരീരികമായ ജഡീകമായ കണ്ണ് തുറക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവർ ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. അവർ ഈ ലോകത്തിൽ നഗ്നരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. അതുവരെയും സ്വർഗീയ പ്രതിമ ധരിച്ചവരായിരുന്നവർ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിരൂപം വഹിച്ചവർ, ഇപ്പോൾ അവർ തിരിച്ചറിയുന്നത് തങ്ങൾ ഈ ലോകത്തിൽ നഗ്നരാണെന്നുള്ള ഭൗതിക കണ്ണിലെ സത്യം മനസ്സിലാക്കി. ഇതിനൊക്കെ കാരണം ദൈവം ആദാമിൽ കൂടെ കൊടുത്ത മുന്നറിയിപ്പ് അവർ അവഗണിച്ചതുകൊണ്ടാണ്. നാം ഒത്തിരി മുന്നറിയിപ്പുകളെ അവഗണിച്ചതുകൊണ്ട് വരുത്തി വെച്ച ഒരുപാട് അപകടങ്ങളുടെ ലിസ്റ്റുകൾ നമ്മുടെ കൺമുൻപിൽ തന്നെ ഉണ്ട്. ടൈറ്റാനിക് എന്ന് പറയുന്ന മഹാകപ്പൽ അന്നത്തെ കാലഘട്ടത്ത് മനുഷ്യനിർമ്മിതിയിൽ വച്ച് ഏറ്റവും ആഡംബരവും ഏറ്റവും മനോഹരമായി നിർമ്മിച്ച ആ കപ്പൽ ഒരിക്കലും വെള്ളം കയറത്തില്ലെന്ന് അതിൻ്റെ നിർമ്മാതാക്കൾക്ക്, അതിൻ്റെ കപ്പിത്താനും അതിനെ ഓടിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ ചെയ്തത് എന്താ? വലിയൊരു മഞ്ഞുമല ഒഴുകി വരുന്നു എന്നുള്ള സന്ദേശം തങ്ങളുടെ കാതുകളിൽ എത്തിയെങ്കിലും അതിനൊരു വാക്കുപോലും കൊടുക്കാതെ വണ്ണം അവർ മുന്നോട്ട് ആ കപ്പലിനെ അതേ ദിശയിൽ തന്നെ ചലിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ വലിയ കൂറ്റൻ കപ്പൽ ചെന്ന് അതിനെക്കാട്ടും ഭീമാകരമായ മഞ്ഞുമലയിലേക്ക് ഇടിച്ചു കയറുകയും കപ്പൽ 2 പിളർന്ന് ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. കാരണം എന്തേ? മുന്നറിയിപ്പുകളെ അവഗണിച്ചതുകൊണ്ട്. ഇവിടെ ഏദെൻ പൂങ്കാവനത്തിലും സംഭവിച്ചത് തന്നെയാണ്. ദൈവം തങ്ങളോട് പറഞ്ഞു, തോട്ടത്തിൽ നടുവ് നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ ഒരു നാളും കഴിക്കരുത്. കഴിക്കുന്ന നാളിൽ നിങ്ങൾക്ക് ആത്മീയ മരണം സംഭവിക്കും, നിങ്ങൾ ജഡത്തിൽ ജീവിക്കുവാനിടയിത്തീരും എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ തന്നെ ആ അവഗണനകളെ, ആ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനിടയിത്തീർന്നു. ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ദൈവം നമ്മോട് കൽപ്പിക്കുന്ന വാക്കുകൾ നാം ഒരിക്കലും അവഗണിക്കരുത്. നമ്മുടെ അവഗണനകൾ പലപ്പോഴും നമ്മുടെ നാശത്തിലേക്ക്, നമ്മുടെ തകർച്ചയിലേക്ക്, നമ്മുടെ കുടുംബജീവിതം ഇല്ലാതാകുന്നതിലേക്ക് കടന്നുവരുന്നിടത്തരും. അതുകൊണ്ട് ദൈവിക വാക്കുകൾ അതേപടി അനുസരിച്ച്, ദൈവിക കൽപ്പനകൾ അനുസരിച്ച് അറിഞ്ഞിരിക്കുന്ന സത്യത്തിന് വേണ്ടി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ നാം അറിഞ്ഞിരുന്ന സത്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം നമുക്ക് വേണ്ടി സാത്താനോട് പടവെട്ടും. ഇവിടെ ഹൗവയ്ക്ക് പരാജയം സംഭവിച്ചത് അതാണ്. അറിഞ്ഞിരുന്ന സത്യത്തിന് വേണ്ടി ജീവിക്കാതെ അവർ മുന്നോട്ട് ജീവിതം നയിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ പല താഴ്ചകളും, വലിയ നഷ്ടത്തിലേക്ക് അവർ കടന്നു വന്നു. ആയതുകൊണ്ട് തന്നെ പ്രിയ ശ്രോതാക്കളെ, നമുക്ക് അറിഞ്ഞിരിക്കുന്ന സത്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കാം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ എല്ലാവരെയും ഇന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയും മറ്റൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും ബൈ ബൈ.